സ്വാഗതം പ്രിയപ്പെട്ടവരെ. അധികാരം കൈവശമുള്ളവരും ഉത്തരവാദിത്വം ചുമലിൽ ചുമക്കുന്നവരും പുറത്ത് ശക്തരായി നിൽക്കുമ്പോഴും അകത്ത് ഒറ്റപ്പെടലിൻ്റെ ഭാരമേറ്റവരുമായ തൃക്കേട്ടൻ നക്ഷത്രക്കാരുടെ 2026 വാർഷിക ഫലത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ എളുപ്പത്തിൽ തകരുന്നവരല്ല, പക്ഷേ തകരുമ്പോൾ അവർ ഒറ്റയ്ക്കാണ് തകരുന്നത്. മറ്റുള്ളവരെ രക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്നവരാണിവർ. സ്വന്തം മനസ്സ് ആരെയും കാണിക്കാത്തവർ. 2026 നിങ്ങളോട് ഒരു കടുത്ത ചോദ്യം ചോദിക്കും. നീ എല്ലാവരുടെയും ചുമതല എന്തിനാണ് ഒറ്റയ്ക്ക് ചുമക്കുന്നത്? ഈ വർഷം നിങ്ങളെ അഹങ്കാരിയാക്കാനല്ല, മനുഷ്യത്വമുള്ള നേതാവാക്കാനാണ് വന്നിരിക്കുന്നത്. ഇനി ഈ 2026 നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഓരോ മേഖലയും വളരെ വിശദമായി നമുക്ക് നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. ഈ വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കർമ്മം കൃത്യമായി പ്രവർത്തിക്കുന്ന വർഷമാണ്. അധികാരം ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. നിശബ്ദമായി ശരിയായത് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകിയെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കും. ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതാണ്: ശക്തി നിയന്ത്രിക്കാനല്ല, സംരക്ഷിക്കാനാണ് വേണ്ടത്. ഈ വർഷം നിങ്ങളുടെ ഈഗോയൊക്കെ പരീക്ഷിക്കപ്പെടാം. അതോറിറ്റി ചലഞ്ചസ് ഉണ്ടാവാം. ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് വന്നു ചേരാം. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ പക്വതയുള്ള ഒരു വ്യക്തിയായി മാറും. തൊഴിൽ ആൻഡ് കരിയർ ബലം. ജോലി ചെയ്യുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ പലപ്പോഴും നേതൃത്വ സ്ഥാനങ്ങളിൽ എത്തുന്നവരാണ്. ഈ വർഷം നിങ്ങളിൽ അധിക ചുമതല ഏൽപ്പിക്കപ്പെടാം. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. ഇത് നിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് എല്ലാം നിങ്ങളുടെ മേൽ ചുമത്തപ്പെടും. നിങ്ങൾക്ക് ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ചിലർക്ക് പദവിയിൽ നഷ്ടങ്ങൾ വന്നേക്കാം. മറ്റു ചിലർക്ക് വലിയ അധികാരങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ കർമ്മഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് കടുത്ത സമീപനം നിങ്ങൾ ഒഴിവാക്കണം. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന ചിന്തയും നിങ്ങൾ ഒഴിവാക്കണം. ഈ വർഷം നേതൃത്വം മനുഷ്യത്വത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവരാണെങ്കിൽ അധികാരത്തിൻ്റെ കളിസ്ഥലമാണ് നിങ്ങളുടെ ബിസിനസ്. ഈ വർഷം നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണം. ടാക്സും ഡോക്യുമെൻറ്റ്സും കറക്റ്റായി കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് അനുകൂലമായ മേഖലകൾ ഇവയൊക്കെയാണ്: റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, സെക്യൂരിറ്റി, അഡ്മിനിസ്ട്രേഷൻ, ഹെവി ട്രേഡിംഗ്. നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം ഇതാണ്: ഞാൻ എല്ലാം കൺട്രോൾ ചെയ്യണം എന്ന ഒരു മനോഭാവം. സാമ്പത്തിക ഫലം. ഈ വർഷം സാമ്പത്തികമായി ഉയർച്ചയും കഠിനമായ പരീക്ഷണങ്ങളും ഒരുമിച്ചുള്ള ഒരു വർഷമാണ്. നിങ്ങൾക്ക് വലിയ വരുമാനമുണ്ടാകാം. പവർ പൊസിഷനിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കാം. സ്വത്ത് സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാം. നിയമപരമായ കുറച്ചധികം ചിലവുകൾ വന്നേക്കാം. കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി കുടുംബത്തിലെ ചിലവുകളും നിങ്ങളുടെ മേൽ ചുമത്തപ്പെടാം. ആരോഗ്യ മേഖലയിലും നിങ്ങൾക്ക് അതിഗണ്യമായ ചിലവുകൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ കടത്തിന് ഗ്യാരണ്ടി നിൽക്കുന്നതും നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തുന്നതും ഒഴിവാക്കുക. പണം അധികാരത്തിനല്ല, സുരക്ഷയ്ക്കായി വേണം ഉപയോഗിക്കാൻ. കുടുംബ ബന്ധങ്ങൾ. 2026 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ ഏറ്റവും കഠിനമായ വർഷമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിമർശനങ്ങൾ നേരിട്ടേക്കാം. മുതിർന്നവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം.
നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എൻ്റെ വാക്കാണ് നിയമം എന്ന സമീപനം നിങ്ങളുടെ ബന്ധം തകർക്കാം. ബന്ധം ഒരിക്കലും അധികാരമല്ല, അതിജീവനമാണ്. അവിവാഹിതർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള പുതിയ റിലേഷൻഷിപ്പ് ഉടലെടുക്കും. ആരോഗ്യഫലം. തൃക്കേട്ട നക്ഷത്രക്കാർ ശരീരം തകരുമ്പോഴും പണിയെടുക്കുന്നവരാണ്. ഈ വർഷം നിങ്ങൾക്ക് വരാവുന്ന ചില പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്: BP, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കഴുത്ത് അല്ലെങ്കിൽ പുറം വേദന, ഉറക്കക്കുറവ്. കാരണം നിങ്ങളുടെ മേൽ ഏൽക്കപ്പെടുന്ന അധികമായ സ്ട്രെസ് കൊണ്ടാണ്. നിങ്ങൾ നിർബന്ധമായും റെസ്റ്റ് എടുക്കുക, നിശബ്ദത പാലിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, മെഡിക്കൽ ചെക്കപ്പ് കറക്റ്റായി നടത്തുക. വിദ്യാഭ്യാസം ആൻഡ് പഠനം. തൃക്കേട്ട നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല പ്രഷർ ഉണ്ടെങ്കിലും അവർ നന്നായി പെർഫോം ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ള അതോറിറ്റി ഫിഗേഴ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മികച്ച മേഖലകൾ സിവിൽ സർവീസ്, ലോ, മാനേജ്മെൻറ്റ് ആൻഡ് ഡിഫൻസ്. നിങ്ങൾ നിങ്ങളുടെ ഈഗോ മാനേജ് ചെയ്യാൻ നന്നായി പഠിക്കണം. യാത്ര. നിങ്ങൾക്ക് ഔദ്യോഗികമായ യാത്രകൾക്ക് അവസരങ്ങൾ വന്നെത്തും. നിയമ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധിച്ചുള്ള യാത്രകളും ഈ വർഷം ചെയ്യേണ്ടി വരും. അത് ചിലപ്പോഴൊക്കെ നിർബന്ധിത യാത്രകളായിരിക്കും. യാത്ര വിശ്രമത്തിനല്ല, ചുമതലകൾക്കായിരിക്കും ഈ വർഷം ഭാരമേൽപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോ മാസം പ്രതിയുള്ള ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ അധികാരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു മാസമാണ്. മാർച്ച് മുതൽ ഏപ്രിൽ വരെ നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. മെയ് മുതൽ ജൂൺ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകളോ മാറ്റങ്ങളോ സംഭവിച്ചേക്കാം. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ പുനർസ്ഥാപനത്തിൻ്റെ മാസമാണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ സാമ്പത്തികമായി നിയന്ത്രണം ആവശ്യമാണ്. നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ ശനിയാഴ്ചകളും ശനിദേവനെ പ്രാർത്ഥിക്കുക. കറുത്ത എള്ള് ദാനം ചെയ്യുക. വയോധികർക്കുള്ള സഹായം നൽകുക. നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം നമഃ ശിവായ. നിങ്ങളുടെ ശക്തിയെ നിയന്ത്രിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. നിങ്ങൾ സൂക്ഷിക്കേണ്ട ആത്മവാക്യം ഇതാണ്: എനിക്ക് ശക്തിയുണ്ട്, പക്ഷേ അത് സ്നേഹത്തോടെ ഉപയോഗിക്കണം. പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ, 2026 നിങ്ങളെ താഴെ ഇറക്കാനല്ല, നിങ്ങളുടെ ശക്തി ശുദ്ധീകരിക്കാൻ വരുന്നതാണ്. ഇനി എല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ട. ശക്തനായ നേതാവ് ആരെയും പേടിപ്പിക്കുന്നവനല്ല, ആരെയും സുരക്ഷിതനാക്കുന്നവനാണ്. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു കനത്ത ചിന്തയെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം മറ്റൊരു നക്ഷത്രഫലവുമായി. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരട്ടെ.